ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? ഇന്നൊരു അടിപൊളി ദിവസമായിരുന്നു ട്ടോ. ഒരുപാട് സന്തോഷമുണ്ടായ ഒരു ദിവസമാണിന്ന്. ഇന്നെൻ്റെ ഫ്രണ്ട്സ് ഇന്നൊരു ലേഡീസ് ഓൺലി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു. എൻ്റെ വീട്ടിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്ന ഒരു ദിവസം ഫുള്ള് ട്ടോ. അപ്പോൾ ദാ രാവിലെ തുടങ്ങാണ്. ഞാൻ ഷൂട്ട് തുടങ്ങിയത് രാവിലെ 7:30 മണിക്കാണ് ട്ടോ. അപ്പോൾ ദാ ഞാൻ എൻ്റെ ചായയാണ് കാച്ചുന്നത്. എൻ്റെ മക്കൾ എണീറ്റിട്ടില്ല. അപ്പോൾ ദാ ഞാൻ ഒരു ഗ്ലാസ് ചായ മാത്രം എനിക്ക് വേണ്ടി കാച്ചുകയാണ്. അപ്പോൾ പണിയൊക്കെ തുടങ്ങണമെങ്കിൽ ഞാൻ എൻ്റെ വ്യൂവേഴ്സിന് അറിയണതാണ് ചായ രാവിലെ കിട്ടിയാലാണ് ആ ഒരു എനർജി വരുള്ളൂ. അപ്പോൾ നല്ല സ്ട്രോങ് ഒരു ഗ്ലാസ് ചായ ഞാൻ കാച്ചിട്ടുണ്ടേ. ഇനിയിപ്പോൾ ഇത് കുടിക്കുന്ന സ്ഥലം എല്ലാവർക്കും അറിയണതാണ്. എനിക്കിത് ചായ കുടിക്കാൻ ഞാൻ ഒരുപാട് സമയം ചിലവഴിക്കുന്ന ഒരാളാണ് കേട്ടോ. എനിക്കത് ആസ്വദിച്ച് കുടിക്കണം. ചായ അങ്ങനെ വെറുതെ പെട്ടെന്ന് കുടിക്കുക അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് കുടിച്ചാൽ മതി അങ്ങനെയൊന്നുമല്ല. എനിക്ക് ചായ 2 നേരമാണ് ഒരു ദിവസം കിട്ടേണ്ടത്. ആ 2 നേരവും ഞാനത് നല്ലോണം ആസ്വദിച്ച് കുടിക്കും. ഇനിയിപ്പോൾ ദാ ഞാനിവിടെ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ഇതെൻ്റെ വീടിൻ്റെ പുറത്തുള്ള ഒരു കിച്ചണാണ് അടുക്കള ഭാഗത്ത്. അപ്പോൾ ഞാൻ ഇന്നലെ കുറച്ച് കപ്പ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നന്നാക്കിയിട്ട് ഇതൊന്ന് മുറിച്ച് കവറിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കെപ്പോൾ വേണമെങ്കിലും ഫ്രീസറിൽ നിന്ന് എടുക്കാമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഒരു കിച്ചൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. അതൊരു ഓപ്പൺ കിച്ചണാണ്. മേലെ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ചെറിയ ഒരു എൽ ഷേപ്പിലൊരു കൗണ്ടർ ടോപ്പും അതേപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു സിങ്കും. അപ്പോൾ ഇതെന്തിനാ അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് ചക്ക അതുപോലെ തന്നെ അങ്ങനത്തെ പൂള അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടിയാൽ ഇത് നമുക്ക് പുറത്തുനിന്ന് വൃത്തിയാക്കാൻ എളുപ്പമാണ്. ചക്കയൊക്കെ വൃത്തിയാക്കാൻ എപ്പോഴും നമുക്ക് വീടിൻ്റെ ഉള്ളിൽ കയറ്റി കഴിഞ്ഞാൽ ക്ലീൻ ആക്കാനൊക്കെ പ്രയാസമല്ല. അപ്പോൾ ഇവിടുന്ന് ക്ലീൻ ആക്കാൻ എളുപ്പമാണ്. പിന്നെ കുറേ അധികം മീനൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇവിടുന്ന് ക്ലീൻ ആക്കാനും നല്ലതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ദാ ഞാൻ എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ നമ്മൾ നന്നാക്കി എടുത്തിട്ടുള്ള പൂള അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് കവറിലാക്കി വെച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഓപ്പൺ ആയതുകൊണ്ട് വെച്ചാൽ അപ്പുറം ഇപ്പുറം ഒന്നുമില്ല. ഓപ്പൺ ആയതുകൊണ്ട് ഞാനിങ്ങനെ കവർ ചെയ്ത് വെച്ചേക്കലാണ്. ആവശ്യം കഴിഞ്ഞാൽ ഒരു പല വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്യും. ഇനിയിപ്പോൾ ദാ അവിടുന്ന് കയറിയിട്ടുണ്ട്. ഇന്നത്തെ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് എനിക്ക് കുറച്ച് ഗസ്റ്റ് ഉണ്ട് എന്നുള്ള. അപ്പോൾ അവർക്ക് വേണ്ടി ഇന്ന് ഉച്ചക്ക് ഉണ്ടാക്കുന്നത് ഞാൻ ചിക്കൻ മന്തിയാണ്. അപ്പോൾ അതിൻ്റെ ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മസാലയാണ് ഉണ്ടാക്കുന്നത്. പാപ്രിക്കയാണ് ഇട്ട് കൊടുത്തത്. ഇൻഗ്രീഡിയൻസ് മൊത്തം ഞാൻ താഴെ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പേരിന്. പിന്നെ അതാ കുറച്ച് ഗാർലിക് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഗാർലിക് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ അരച്ച് ചേർത്താലും മതി. പിന്നെ ഇവിടുത്തെ ഉള്ള ആൾക്കാർക്ക് എരിവ് തീരെ ഇല്ലാഞ്ഞാൽ ഒരു ഇഷ്ടാവൂല എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് മുളക് പൊടി ഇട്ടത്. പിന്നെ ഇത് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. പിന്നെ അത് കുറച്ച് യെല്ലോ ഫുഡ് കളറാണ്. അത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ഒരു ലെമൺ മുഴുവനായിട്ട് പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വിനെഗറും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ സുർക്ക. ഇനിയിപ്പോൾ വേണ്ടത് കുറച്ച് സോയാ സോസാണ്. ഡാർക്ക് സോയാ സോസാണ് ഞാൻ എടുക്കുന്നത്. ഇനിയിപ്പോൾ ദാ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1½ ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട് കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ബാർബിക്യൂ സോസ് ഇല്ല. അതിന് പകരമായിട്ട് കുറച്ച് പഞ്ചസാര ചേർത്തതാണ്. ഇനിയിപ്പോൾ വേണ്ടത് ഓയിലാണ്. ഞാൻ ഓയിലിലാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. അത് സാദാ ഓയിലല്ല ഒലിവ് ഓയിൽ കേട്ടോ. ഒലിവ് ഓയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളത്തിൽ മിക്സ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ ആ ഒലിവ് ഓയിലും കൂട്ടിയിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ ചേർത്ത ഈ ഗാർലിക് പൗഡറിൽ കുറച്ച് കട്ട ഉണ്ട്. അതൊക്കെ ഒന്ന് ഞാൻ ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള സ്കിന്നോട് കൂടിയുള്ള ചിക്കനാണ്. ആ ചിക്കൻ ഞാൻ സെൻറ്റർ ഒന്ന് മുറിച്ചിട്ട് ഒന്നിങ്ങനെ പരത്തി വെച്ചതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തതാണ്. ഇതിൽ ഇനി ഇതാ മസാല നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കണം. അപ്പോൾ ഇതിൽ ഞാൻ വരയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ എൻ്റെ പഴയ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കങ്ങനെ ആ ഒരു മുഴുവൻ ചിക്കൻ ഉണ്ടാക്കുന്ന സമയത്ത് വര ഇട്ട് കൊടുക്കുന്നത് എന്താണെന്നറിയില്ല. എനിക്കിഷ്ടമല്ല. കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇഷ്ടമില്ലാത്തത്. അപ്പോൾ തീരെ സമയമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഒരു 2, 3 മണിക്കൂർ വെക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വരയൊന്നും ഇടുന്നില്ല. അപ്പോൾ അത് നന്നായിട്ട് മസാലയൊക്കെ തേച്ചിട്ടുണ്ട്. ഒരു 3, 4 മണിക്കൂർ അതവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയിലേക്ക് ഇറങ്ങുകയാണ്. എൻ്റെ മക്കൾ എണീറ്റിട്ടുണ്ട്. അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ അമേരിക്കൻ ബർഗറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ബീഫ് മിൻസ് ചെയ്തതാണ് 1/2 കിലോ ഉണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് മാത്രം കേട്ടോ. വേറൊന്നുമില്ല. ഇത് എൻ്റെ ആച്ചി ബർഗർ ഭയങ്കര അതിൻ്റെ ഒരു ഇതാണ്. അതും ഇവിടെ നാട്ടിൽ വന്നാൽ ഇവിടുത്തെ ബർഗറൊന്നും വലിയ താല്പര്യമില്ല. നമ്മളവിടുന്ന് കഴിക്കുന്ന US സ്റ്റൈലിലുള്ള ആ ഒരു ബർഗറാണ് ഇഷ്ടം. അപ്പം വെറുതെ ഉപ്പ് മാത്രം ഇട്ടിട്ട് ഇതാ ആ ഒരു മിൻസ് ചെയ്ത ഇറച്ചി ഇങ്ങനെ ഒന്ന് ഉരുളാക്കി വെക്കുക. ചെറുതല്ല വലിയ വലിയ ഉരുളായിട്ട് ആക്കി വെക്കുക കേട്ടോ. 1/2 കിലോ ബീഫ് കൊണ്ട് ഞാനൊരു 6 ഉരുളാണ് ഉണ്ടാക്കിയത്. അപ്പോൾ 6 എണ്ണമാണ് ഉണ്ടാക്കേണ്ടത്. അതിനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൈ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ. ഒരുപാട് നൈസായിട്ട് ഉണ്ടാക്കരുത്. കുറച്ചൊരു തടിയിൽ. കാരണം നമ്മളിത് വേവിക്കുന്ന സമയത്ത് ഒന്ന് പ്രസ് ചെയ്യും. അപ്പോൾ അതാ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. ഇപ്പോൾ ഇതാ ഇതുപോലെ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രീസ് ചെയ്തിട്ടും വെക്കാം കേട്ടോ.
ഇനിയിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മീഡിയം സൈസുള്ള ഉള്ളി നീളത്തിൽ അരിഞ്ഞതിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ശരിക്കും ഈ ഒരു ബർഗറിൽ വൈറ്റ് ഒനിയൻ ആണ് വേണ്ടി കേട്ടോ. ഇവിടെ അപ്പോൾ അത് കിട്ടാത്തതുകൊണ്ട് ഞാൻ നമ്മളെ സാധാ ഉള്ളി വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അതിലേക്കും കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ട് ഒന്നിങ്ങനെ വാടാൻ തുടങ്ങിയാൽ മതി കേട്ടോ. ഒരുപാടിട്ട് വഴറ്റരുത്. ഈ ഒരു രീതിയിൽ ആയാൽ മതി. അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ കുഴഞ്ഞ് വരാൻ തുടങ്ങിയാൽ അപ്പോൾ തന്നെ നമുക്ക് ഉള്ളി മാറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ആ സെയിം പാനിൽ തന്നെ കുറച്ചും കൂടെ ഞാൻ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു പാറ്റിയില്ല, ഒരു ടീസ്പൂണൊക്കെ ഓയിൽ മതി കേട്ടോ. എന്നിട്ട് ആ പാറ്റി ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു 2-3 മിനിറ്റേ കുക്ക് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ മാക്സിമം. അപ്പോൾ അതിൽ കൂടുതൽ കുക്ക് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഒന്നിങ്ങനെ ആ ഒരു സ്പാച്ചില വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ചട്ടകം വെച്ചിട്ടോ ഒന്നിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതങ്ങനെ എന്താ പറയുക, മീഡിയം റെയർ ആയിട്ടാണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഒരുപാടങ്ങ് കുക്ക് ചെയ്ത് ഇതാക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് ഇത് അമേരിക്കൻ സ്റ്റൈലിലുള്ള ബർഗറാണെന്നുള്ള. അപ്പോൾ ഈ ബർഗർ ചിലപ്പം ചില ആൾക്കാർക്ക് ഇഷ്ടം ഉണ്ടാവില്ല, ഇത് കുക്കാവുമോ വെന്ത് കിട്ടുമോ എന്നൊക്കെയുള്ളൊരു സംശയമൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറ്റില്ല, അവർക്ക് ഒരുപാട് വേവിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഒരു ഭാഗം ഒരു 2 മിനിറ്റും തിരിച്ചിട്ടിട്ടും ഒരു 2 മിനിറ്റ്, ടോട്ടൽ 4 മിനിറ്റാണ് ഞാനിതിവിടെ കുക്ക് ചെയ്തത് കേട്ടോ. ഇപ്പോൾ ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. 2 ഭാഗവും കുക്കായി വന്നിട്ടുണ്ട്. ഇത്രയേ വേണ്ടിയുള്ളൂ. ഇനി ഇതിൻ്റെ മേലേക്ക് ഞാൻ തീ ഓഫ് ചെയ്തതിൻ്റെ ശേഷം ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് കവർ ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് മെൽറ്റായിട്ട് വന്നോളൂ. ഒരു 2 മിനിറ്റ് കവർ ചെയ്തപ്പോൾ തന്നെ അത് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു പാനിൽ കുറച്ച് ബട്ടർ ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഒന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബണ്ണ് 2ആയിട്ട് മുറിച്ചിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കുക കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ബന്നൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. തിരിച്ചിട്ടിട്ടും ഒന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ അതാ ബന്നും ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ ഇഷ്ടമുള്ള സോസുകളൊക്കെ ചേർക്കുക. ഞാൻ ആദ്യം മയോണൈസാണ് ചേർക്കുന്നത്. പിന്നെ മസ്റ്റേർഡ് സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ടൊമാറ്റോ കെച്ചപ്പാണ്. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളിയില്ലേ, അതും 2 കഷ്ണം തക്കാളിയും ചേർത്താണ്. പിന്നെ നമ്മളെ ബീഫ് പാറ്റി വിത്ത് ചീസ്. ഇനി നമ്മളത് ലെറ്റ്യൂസ് ഇല്ല കേട്ടോ എൻ്റെ കയ്യിൽ. ഇപ്പോൾ അടിപൊളി ബർഗർ റെഡിയായി, സൂപ്പറാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുള്ള ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓവൻ. മെഷർമെൻറ്റും ഇതും എല്ലാം താഴെ എഴുതി കാണിക്കുന്നുണ്ട്. 250 ഡിഗ്രിയിൽ 1 ഹവറാണ് എൻ്റെ ഓവൻ്റെ ടൈം കേട്ടോ. ചില ഓവനിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം മന്തി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ ഇതെന്ന് പറയുന്നത് മന്തിയാണ്. അപ്പോൾ ഒരു 3/4 കപ്പോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ ഭാഗത്ത് ഞാൻ വെള്ളത്തിൽ സ്പൈസസ് ഒക്കെ ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെന്തിനാണ് ചെയ്യണമെന്ന് വെച്ചാൽ ആ ഒരു ഫ്ലേവർ പെട്ടെന്ന് ഇറങ്ങി കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഉള്ളി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാടങ്ങ് വാടി ഇതാവുമൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകം ക്യുമിൻ സീഡ്സാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം എടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ വേണ്ടത് നമ്മളെ ചിക്കൻ സ്റ്റോക്കാണ്. ഒരു 5 പാക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. 5 പാക്കറ്റ് ചിക്കൻ സ്റ്റോക്കും എടുത്തിട്ട് അത് മെൽറ്റ് ആകണ വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിങ്ങനെ ഇളക്കുന്നതിനനുസരിച്ച് അങ്ങ് മെൽറ്റായിട്ട് വന്നോളൂ. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ആ ഒരു ചിക്കൻ സ്റ്റോക്കൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ തിളപ്പിച്ചെടുത്തിട്ടുള്ള വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഡബിൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ചില അരിക്ക് ചിലപ്പം 1 1/2 കപ്പ് എന്നുള്ളതിൽ മതിയാവും, 1/2 ഇരട്ടി മതിയാവും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വാങ്ങിയ ഈ ഒരു അരിക്ക് ഡബിൾ തന്നെ വേണം കേട്ടോ. അപ്പോൾ ആ ഒരു വെള്ളവും സ്പൈസസും എല്ലാം കൂടി, സ്പൈസസൊക്കെ ഞാൻ അതിൽ താഴെ എഴുതി കാണിക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് കവർ ചെയ്ത് വെക്കുന്നുണ്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഒരു ലേശം ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ നോക്കിയിട്ടേ ചേർക്കാവൂ കേട്ടോ. നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ചേർക്കുന്നതുകൊണ്ട് അതിൽ അത്യാവശ്യം ഉപ്പുണ്ടാവും. എന്നിട്ട് പോരാൻ തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഞാനൊരു 1/2 ടീസ്പൂണും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു അരമണിക്കൂർ ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സെല്ല ബസ്മതി റൈസാണ് ഇത്. അപ്പോൾ ആ അരിയും കൂടെ നന്നായിട്ട് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് മെല്ലെ ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ സോക്ക് ചെയ്ത അരി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം മെല്ലെ ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഒന്ന് കവർ ചെയ്തിട്ട് തിള വന്നു കഴിഞ്ഞാൽ കവർ ചെയ്തിട്ട് ചെറിയ തീയിൽ ഇത് വെള്ളം വറ്റുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇനിയിപ്പം അതാവണ നേരം കൊണ്ട് ഞാനിവിടെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉഴുന്ന് പരിപ്പ് കേട്ടോ. ഉഴുന്ന് പരിപ്പല്ല, ഉഴുന്ന് തന്നെ. അപ്പോൾ മുഴുവനായിട്ടുള്ള ഉഴുന്നാണ്. മുഴുവനായതാണെങ്കിലും സ്പ്ലിറ്റ് ആണെങ്കിലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഒരു 3 കപ്പ് ഉഴുന്ന് ഞാൻ വെള്ളത്തിൽ കുതിർത്തി ഊറ്റി എടുത്തതാണിത്. അതൊന്ന് അരച്ചെടുക്കുകയാണ്. ഉഴുന്ന് വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക. നല്ല കട്ടിക്ക് അരച്ചെടുക്കുക. ഈ ഒരു രീതിയിൽ കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ. മിക്സിയിൽ ഒരുപാട് കട്ടിയാക്കി അരക്കാൻ പോയാൽ അത് അരഞ്ഞ് കിട്ടില്ല. നന്നായിട്ട് അരയ്ക്കണം. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു ചോറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിടണം കേട്ടോ.
ഇനിയിപ്പോൾ അതിലേക്ക് ഇവിടെ ചാർക്കോളൊന്ന് കത്തിക്കണം. അപ്പോൾ ചാർക്കോളായിട്ട് എൻ്റെ അടുത്തില്ല. അപ്പോൾ ഞാനൊരു ചിരട്ട കത്തിച്ച് പിന്നെ കരിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ചൂടോടുകൂടി കത്തിച്ചിട്ടാണ് എടുക്കേണ്ടത്. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഉറ്റിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ദം ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ആ ഒരു സ്മോക്കി ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ നന്നായിട്ട് ദം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ഉഴുന്നൊക്കെ നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, കുറച്ചധികം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളകും ഒരു കൈപ്പിടി കറിവേപ്പില കേട്ടോ. അതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ജസ്റ്റ് ഒന്നിങ്ങനെ ക്രഷ് ചെയ്തിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്. അപ്പം നമ്മൾ അരിഞ്ഞതായിട്ട് തോന്നണം. കൈ കൊണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത പോലെ ഉണ്ടാവാമോ. ഇനിയിപ്പോൾ അതാ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും 1/2 ടീസ്പൂൺ വീതമാണ് ചേർത്തത്. ഇത് അരിപ്പൊടിയാണ് കേട്ടോ, പച്ചരിപ്പൊടി. നമ്മൾ ഇടിയപ്പപ്പൊടി പത്തിരിപ്പൊടി എന്ന് പറയുന്ന അതാണ് ഇത്. അപ്പപ്പൊടി എന്ന് പറയുന്ന വറുത്തിട്ടുള്ള അരിപ്പൊടി ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ മാറ്റി വെക്കുകയാണ്. ഉണ്ടാക്കുന്ന സമയത്തെ ഞാനിത് മിക്സ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂണോളം ഉപ്പും ചേർത്തിട്ട് മാറ്റി വെക്കുക. ഇനിയിപ്പോൾ അതാ നമ്മളെ ഗസ്റ്റൊക്കെ ഓരോരുത്തരായിട്ട് വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് തെസ്നി, അവളെ മോളാണ് അല്ലു കേട്ടോ. അല്ലുവാണ് എൻ്റെ വീഡിയോസ് ഞാൻ നാട്ടിൽ വന്നാലും അതുപോലെ തന്നെ നമ്മൾ വിയറ്റ്നാമിലൊക്കെ പോയ സമയത്ത് ആ വീഡിയോസും എല്ലാം എഡിറ്റ് ചെയ്യുന്ന ആൾ കേട്ടോ. അവൾ വന്നു കഴിഞ്ഞാൽ അവൾക്ക് വീഡിയോഗ്രാഫി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി ഓളാണ് എടുക്കുന്നത്. ഷൂട്ട് ചെയ്ത് തരുന്നതൊക്കെ ഓളാണ്. അതുപോലെ എഡിറ്റിംഗ് ഒക്കെ നല്ല അസലായിട്ട് ചെയ്യും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ അറിയുന്ന ആളാണ്. ഇപ്പോൾ നമ്മൾ ദമ്മൊക്കെ പൊട്ടിക്കുകയാണ്. അപ്പം കുറച്ചാളും കൂടി വരാനുണ്ട്. പക്ഷേങ്കിൽ ഇപ്പം തന്നെ സമയം ഒരുപാട് ലേറ്റായി. അതുകൊണ്ട് ഉള്ള ആൾക്കാർ വെച്ചിട്ട് കഴിക്കാൻ തുടങ്ങുകയാണ് നമ്മൾ. ഇനിയിപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ആ ഒരു മന്തി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം തന്നെ നല്ലൊരു ഫ്ലേവറാണ് വരിക നമ്മൾ ആ ഒരു ദം പൊട്ടിക്കുന്ന സമയത്ത് കേട്ടോ. ആ ഒരു ചാർക്കോളിൻ്റെ ഫ്ലേവറും എല്ലാം കൂടെ സ്മോക്കി ഫ്ലേവറൊക്കെ കൂടി കൊടുത്തത് കൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റിയാണ്. അപ്പോൾ ഇതൊരു സൗദി സ്റ്റൈലിലുള്ള മന്തി ഐറ്റമാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. സൗദി സ്റ്റൈൽ എന്ന് പറയുമ്പോൾ എപ്പോഴും പറയുന്നതാണ്. ഞാൻ പണ്ട് സൗദി ഒറിജിനൽ മന്തി എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇട്ടപ്പോൾ ഒരുപാട് കമൻ്റ് ഉണ്ടായിരുന്നു. ഇത് സൗദി അല്ല, യമനാണ് മന്തി എന്ന് പറയുന്നത്. അത് നമുക്ക് പറയാഞ്ഞിട്ടല്ല, ഞാൻ ഒരുപാട് വിശദീകരണം തന്നതാണ്. സൗദിയിലുള്ള ഇതെന്ന് പറയുന്നത് യമനീസാണ്. ഒരുപാട് ആൾക്കാർ അവിടെ വന്നു കൂടിയ യമനീസാണ്. അവരെന്നാണ് അത് ഉണ്ടാക്കിയത്. പക്ഷേ സൗദിയിലെ ടേസ്റ്റ് വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. ഞാനെന്നല്ല, അത് അവിടുന്ന് തിന്ന എല്ലാ ആൾക്കാർക്കും ഈ സെയിം ഒപ്പീനിയൻ തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും മാറ്റം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ അതാ ഗ്രിൽ ചെയ്ത് നമ്മളെ ചിക്കനും എല്ലാം റെഡി ആയിന്. കുറച്ച് അവിടെ മാറ്റി വെക്കുന്നുണ്ട്. ആൾ ഇനിയും വരാനുണ്ടല്ലോ. ബാക്കി എൻ്റെ ബോയ്സ് അവർ കഴിച്ചു കേട്ടോ. ബോയ്സ് എന്ന് പറയുന്നത് എൻ്റെ ആച്ചിയും മിത്തും ഉണ്ട്. എൻ്റെ ആങ്ങളുടെ മോനും മിത്തും ഉണ്ട്. ഒരു രണ്ടാളും നമ്മളിവിടെ നിന്ന് ലേഡീസ് മാത്രമായതുകൊണ്ട് അവർക്കുള്ള ഫുഡ് ഒരിടത്തിട്ട് ഒരു മേലെ കയറിയിട്ടുണ്ട് കേട്ടോ. അവർ മാറി തരികയാണ്. ഇനിയിപ്പോൾ നമ്മളിതാ എല്ലാം ടേബിളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ലേറ്റായി. ഇതിൻ്റെ കൂടെ ഞാൻ സൈഡായിട്ട് മയോണൈസും അതുപോലെ തന്നെ ടൊമാറ്റോൻ്റെ ആ ഒരു സോസും ഉണ്ടാക്കിയിട്ടുണ്ട്. മയോണൈസ് ഞാൻ ഇവർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ്. നമ്മളാണെങ്കിൽ ഉണ്ടാക്കലില്ല. മയോണൈസിൻ്റെ കൂടെ കോമ്പിനേഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ഉണ്ടാക്കലില്ല. പക്ഷേ നാട്ടിലത്തെ ആൾക്കാർക്ക് അത് നിർബന്ധമായതുകൊണ്ട് തെസ്നിക്കെല്ലാം തന്നെ വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മയോണൈസും കൂടെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ എല്ലാവരും ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മക്കളും ഉണ്ട് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞല്ലോ യെല്ലോ ചുരിദാർ ഇട്ടത് തസ്നിയാണ്. മറ്റേതാണ് ഞാൻ പറഞ്ഞ ഷെഫീന. ഷെഫീനൻ്റെ 2 മക്കളും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു തിന്നിട്ട് എന്താണ് അഭിപ്രായം എന്നുള്ളത് പറയുമെന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഈ ഒരു എന്താ പറയുക ഫ്രണ്ട്സിൻ്റെ ഗ്യാതറിംഗ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. നല്ലൊരു സന്തോഷം തരുന്നൊരു ഇതന്നെയാണല്ലേ. ഭയങ്കര രസമല്ലേ ഇങ്ങനെ ആകുന്ന സമയത്ത്. പ്രത്യേകിച്ച് നമ്മൾ മാത്രമാകുമ്പോൾ, നമ്മളിപ്പോൾ ഫാമിലി മുഴുവനായിട്ട് വരുന്ന സമയത്ത് എന്തെന്നായാലും നമുക്ക് തന്നെയായിരിക്കും ഫുള്ള് പണിയും. ഇതുപോലെ നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമുക്കൊരു റെസ്റ്റ് ഇല്ലാണ്ട് നമ്മൾ ഇതാക്കേണ്ടി വരും. ഇത് ലേഡീസ് ഓൺലി എന്ന് പറയുമ്പോൾ നമുക്ക് ലേഡീസിന് കുറച്ചും കൂടെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരുപാട് രസമാണ് ഇങ്ങനത്തെ ഈ ഒരു ഗ്യാതറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും നല്ല സന്തോഷമായിട്ട് ഒരു മന്തിയൊക്കെ കഴിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലാണ്. ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നവർക്ക് എൻ്റെ വീഡിയോയിൽ ഉണ്ട് കേട്ടോ. കുറച്ച് മുന്നേ ചെയ്ത വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പോൾ അടുത്ത ആൾ എത്തിയിട്ടുണ്ട്. ഇതാണ് റെമി കേട്ടോ, റെമി ബഷീർ. അപ്പോൾ അവൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ഓളും മോളും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അവർ കുറച്ച് കഴിഞ്ഞിട്ടാണ് എത്തിയത്. അപ്പോൾ അവർക്കും ചോറൊക്കെ കൊടുത്തു. പിന്നെ അതിൻ്റെ മധുരമായിട്ട് നമ്മൾ ഐസ്ക്രീമാണ് കഴിക്കുന്നത്. ഞാൻ മധുരമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ തെസ്നി വരുമ്പോൾ കുറച്ച് ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഐസ്ക്രീം എല്ലാവർക്കും കൊടുത്തതാണ്. സിംഗിൾ പീസായിട്ട് തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ കഴിക്കാനും കുറച്ച് എളുപ്പമുണ്ട്. ഞാൻ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു മധുരമായിട്ട്, പക്ഷെ കിട്ടിയില്ല. ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ കുറച്ച് വർത്താനൊക്കെ പറയുമ്പോഴത്തേക്ക് അടുത്ത ആളെത്തിയിട്ടുണ്ട്. ഇതാണ് ജാസി കേട്ടോ. ജാസ്മിൻ എന്നാണ് പേര്, ജാസി. അപ്പോൾ ഓരോ എത്തി. ഇനിയിപ്പോൾ വൈകുന്നേരത്തെ നമ്മളെ എന്താ പറയുക കത്തിയടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ വൈകുന്നേരത്തെ ചായ കാച്ചാൻ വേണ്ടി പോവുകയാണ്. ഞാൻ നേരത്തെ ആക്കി വെച്ച അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്.
കുറച്ചധികം തന്നെ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് ഞാനിത് മിക്സ് ചെയ്യാൻ വേണ്ടി പോണത് കേട്ടോ. ഞാൻ നേരത്തെ അത് അരച്ച് എല്ലാം ഇട്ടിട്ട് അവിടെ അതേപോലെ കവർ ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നതിന് തൊട്ട് മുന്നേ മാത്രമേ ഇത് മിക്സ് ചെയ്ത് എടുക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇതാ എണ്ണ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതും അതുപോലെ തന്നെ കൈ മുക്കാൻ കുറച്ച് വെള്ളം ഒരു പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചൂടായ എണ്ണയിലേക്ക് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൈ ഒന്ന് വെള്ളത്തിൽ നനച്ചിട്ട് ഓരോ ഉരുള എടുത്തിട്ട് ഇങ്ങനെ ഒട്ടാക്കിയിട്ട് ഇടുക. അപ്പോൾ ഞാനിവിടെ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന അതേ ഷേപ്പിലും ഷേപ്പ് എന്നല്ല അതേ വലിപ്പത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, ചെറുതല്ല. ഇനിയിപ്പോൾ അതാ തെസ്നി ഞാനത് ചുടുമ്പോഴത്തേക്ക് ഓള് കുറച്ച് ചട്നി ആക്കി തന്നാണ് കേട്ടോ, തേങ്ങാ ചട്നി. ഇനിയിപ്പോൾ അത് ഒരു ഭാഗത്തുനിന്ന് ഞാനിവിടെ ചായയും കാച്ചുന്നുണ്ട്. നല്ല സ്ട്രോങ് ചായയും ഒരു ഭാഗത്തുനിന്ന് റെഡി ആയി കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ ഉഴുന്നുവടയൊക്കെ അതാ റെഡി ആയി കൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവടയാണ്. ഇനിയിപ്പോൾ അതാ ചായയും ഇവിടെ റെഡി ആവുന്നുണ്ട്. പഞ്ചസാരയും ചായപ്പൊടിയും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചായ ആവുന്ന നേരം കൊണ്ട് തന്നെ ബാക്കിയും കൂടെ ഞാനിവിടെ ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. ഇപ്പം ഇന്നെന്താണെന്നറിയില്ല, ഇന്നിവിടെ മഴ ഒരു ദിവസം ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇന്ന് കുറച്ച് ചൂടും ഉണ്ട് കേട്ടോ. ഇന്നലെ വരെ എന്ന് പറഞ്ഞ പോലെ നല്ല മഴയായിരുന്നു, ഒരാഴ്ച ആയിട്ട് നിർത്താത്ത മഴയായിരുന്നു. ഇന്നിപ്പോൾ നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ രാത്രിയൊന്നും നിൽക്കാൻ ആർക്കും ഇതില്ല കേട്ടോ. എല്ലാവർക്കും ഇരുടാകുമ്പോഴത്തേക്ക് വീട്ടിലെത്തണം എന്ന് പറഞ്ഞതാണ്. എല്ലാവരുടെ വീട്ടിലും ആൾക്കാർ വെയിറ്റിങ്ങിലാണ്. അപ്പോഴത്തേക്ക് തിരിച്ചെത്തണം. എല്ലാവരും ആണുങ്ങൾ ഇവിടെ കൊണ്ടുപോയാക്കി തന്നതല്ല. നല്ല രസമായിരുന്നു കേട്ടോ. നമുക്ക് ലൈഫിൽ എന്താ പറയുക, എപ്പോഴും ഓർമ്മിക്കാൻ പറ്റുന്നതാണ് ഇങ്ങനത്തെയൊക്കെ ഗാദറിങ്. ഞാനെപ്പോഴും ഇവിടെ ഇങ്ങനെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവലുണ്ട് കേട്ടോ. നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ദിവസം ഓരോരുത്തരുടെ വീട്ടിലായിട്ട് ഇങ്ങനെ പോവാറുണ്ട്. ഫുഡ് അടിച്ചിട്ടും എല്ലാം. ചിലപ്പോൾ രാവിലെ പോവും, എന്നിട്ട് രാത്രിയാണ് തിരിച്ച് വരിക. അങ്ങനെ നമ്മളെപ്പോഴും ഇങ്ങനെ ഒരു ഗാദറിങ് ഉണ്ടാവലുണ്ട് ഫ്രണ്ട്സിൻ്റെ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അതുപോലെ തന്നെ എവിടെയെങ്കിലും ഒരു ട്രിപ്പും പോകും കേട്ടോ. നമുക്ക് ഈ ഓട്ട വരില്ല. പക്ഷെ ഒരു 40 താഴെയുള്ള കുട്ടികൾ പിള്ളേരാക്കിയാലേ ഇങ്ങനെ ഇത്ര ക്രിസ്പി ആവുന്നു അല്ലേ? അതെല്ലാം കഴിഞ്ഞ് ചായ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളിനിയിപ്പം ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അടുത്ത ചർച്ചയിലേക്കാണ്. ഇനി അടുത്തത് എവിടെ കൂടും, അടുത്തത് നമ്മളെവിടെ പോവും, അതൊക്കെയാണ് നമ്മളെ മെയിനായിട്ട് നമ്മളെ ചർച്ചയിൽ വരിക. അതുപോലെ തന്നെ ഒരുപാട് ഫോട്ടോസ് കൊടുക്കണം. എല്ലാവർക്കും വേണ്ടി അത് സ്റ്റാറ്റസ് ഇടാൻ നമുക്ക് കുറേ ഫോട്ടോസ് കിട്ടണം. അതൊക്കെയാണ്. എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു ഫോട്ടോ എടുത്താൽ തന്നെ ഞാൻ നന്നായില്ല, ഓള് നന്നായില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെയും മാറ്റി മാറ്റി എടുക്കുകയും ചെയ്യും. ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും പിരിയാണ്. അപ്പോൾ ശരി, ഇനി അടുത്ത വീഡിയോയിൽ കാണാം.